നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അനന്തുവിനും ഗോപികയ്ക്കൊപ്പമാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. കല്യാണ ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും വോട്ടിടാനായിട്ട് എത്തിയിരിക്കുകയാണ്, അതും ലോക്സഭാ ഇലക്ഷന്. ഇത് എന്താ പറയുക, നമുക്ക് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു ഇലക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണ ദിവസം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടാൻ സാധിച്ചു. മോസ്റ്റ് മെമ്മറബിൾ മൂമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും. എന്താണ് ഈ നിമിഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? പറയാനുള്ള ഇന്നൊരു എന്താണ് ഒരു വിധിയെ കണ്ടെത്തണമല്ലോ. അപ്പോൾ പാർട്ടിപരമല്ല, അല്ലാതെ 3 വ്യക്തികളും സ്ട്രോങ്ങസ്റ്റ് ആണ്, ട്രിപ്പിൾ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങളാണ് നിർണ്ണയിക്കുന്നത് ആര് വേണമെന്ന്. അതുപോലെ അത് വേറെ തുടക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫും ഇന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ദിവസം വന്നത് തന്നെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിന് വോട്ടിടാൻ കഴിച്ചു നമ്മൾ രണ്ടുപേർക്കും. ഹസ്ബൻഡ് ഒഫീഷ്യലി ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ വോട്ടിട്ടു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്ന് വോട്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം. വോട്ട് ചെയ്യണം, അത് നമ്മുടെ റൈറ്റ് ആണല്ലോ. അപ്പം വോട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ എപ്പോൾ ടൈം കിട്ടിയാലും വരണം എന്ന് വിചാരിച്ചു. രാവിലെ കിട്ടിയില്ല. അപ്പം കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറുന്നതിന് മുമ്പേ വോട്ടിട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കല്യാണ തിരക്കിലായിരുന്നിരിക്കും കുറേ നാളായിട്ട്. അപ്പം അതിനിടയിലുള്ള ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടോ? സമയം കിട്ടുമ്പോൾ ന്യൂസ് കാണും, അപ്പോൾ അങ്ങനെ ചർച്ചകൾ കാണും. ഒരു ചെറിയൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ബൂത്തിലാണ് വോട്ടിട്ടിരിക്കുന്നത്. ചിലപ്പോൾ അടുത്തടുത്തുള്ളവരായിരിക്കും. ലവ് മാരേജ് ആണോ? അത് പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിലായാൽ പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലവ് മാരേജ് അല്ല, പണ്ട് തൊട്ടേ 2 ഫാമിലി തമ്മിൽ അറിയാം, ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ ഒരേ അടുത്തന്നെ കിട്ടുകയും ചെയ്തു, ഒരേ ബൂത്തിൽ തന്നെ. എല്ലാവർക്കും രണ്ടുപേർക്കും മംഗളാശംസകൾ നേരുന്നു.